നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ലാസ്റ്റ് വീക്കെൻഡിലെ ക്രാഫ്റ്റ് ചെയ്തത് എന്റെ അസിസ്റ്റന്റായ എന്റെ മോളാണ്. ഇന്നലെ എക്സാം കഴിഞ്ഞ് വരാൻ നേരത്ത് അവൾ ഒറ്റയ്ക്കായിരുന്നില്ല വന്നത്, അവളുടെ ഫ്രണ്ടിനെയും വിളിച്ചോണ്ടാ വന്നത്. വന്ന ഉടനെ എന്നോട് ചോദിച്ചു, ഇനി ലോങ് വീക്കെൻഡ് അല്ലേ അമ്മേ, ഞങ്ങള് കുറച്ചു നേരം കളിച്ചോട്ടെ എന്നുള്ളത്. ഞാനതിന് സമ്മതം മൂളി ഞാൻ എന്റെ പരിപാടിയിലോട്ട് കിടക്കുകയും ചെയ്തു. വിത്തിൻ 10 minutes ദേ വരുന്നു എന്റെ പുറകെ അടുത്ത റിക്വസ്റ്റുമായിട്ട്. എങ്കിൽ പിന്നെ നാളത്തെ ക്രാഫ്റ്റ് ഞങ്ങൾ ചെയ്തോട്ടെ എന്നുള്ളതായിരുന്നു അത്. എന്താണ് രണ്ടുപേരുടെ ഉദ്ദേശം എന്ന് തിരക്കിയപ്പോ എന്നോട് പറഞ്ഞത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്ലൈം ആക്ടിവേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു സമ്മർ ബീച്ച് തീമിലുള്ള ഒരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഈ രണ്ട് കുട്ടി ക്രിയേറ്റേഴ്സിന്റെ ക്രിയേറ്റിവിറ്റി ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഇവര് ചെയ്തെടുക്കുന്നത് കുറച്ച് സ്ലൈം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവരുടെ തീം സമ്മർ ബീച്ച് തീം ആയതുകൊണ്ട് തന്നെ 2 ഡിഫറെന്റ് കളേഴ്സ് ആണ് ബേസിക്കലി അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യത്തേത് ബ്ലൂ കളർ ആണെങ്കിൽ രണ്ടാമത്തേത് സാൻഡിന്റെ കളറാണ്. സ്ലൈം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് ചെയ്തവർക്ക് അറിയാം വളരെ ഫൺഫിൽഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കുറച്ച് ഗ്ലൂവും നമുക്ക് ഇഷ്ടമുള്ള കളറും അതുപോലെ തന്നെ സ്ലൈം ആക്ടിവേറ്ററും ഉണ്ടെങ്കിൽ സ്ലൈം റെഡി. അതിനെ ഒന്ന് നന്നായി സ്റ്റിർ ചെയ്യണമെന്ന് മാത്രം. സ്ലൈം ഉണ്ടാക്കിയതിനു ശേഷം അവരൊരു ടെക്സ്ചർ ആർട്ട് പോലെ ടെക്സ്ചർ കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബീച്ച് തീം ആയതുകൊണ്ട് തന്നെ സാൻഡ് ഇല്ലാതെ എങ്ങനെ ശരിയാവുക അല്ലെ. അപ്പൊ അവരുണ്ടാക്കിയിട്ടുള്ള സാൻഡിലോട്ട് കുറച്ച് സാൻഡ് കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേനും പെർഫെക്റ്റ്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അവരുടെ തീമിന് സെറ്റ് ആവുന്ന ടൈപ്പ് കുറച്ച് ചാംസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബ്ലൂ സ്ലൈമിലോട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സ് കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ സാധനങ്ങളൊക്കെ റെഡിയായി. ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ ഒരു ബീച്ച് തീമിലോട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആദ്യം തന്നെ ബ്ലൂ സ്ലൈം യൂസ് ചെയ്തിട്ട് നമ്മുടെ വാട്ടറിനെയാണ് ഇവർ സെറ്റ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഈ യെല്ലോയിഷ് ബ്രൗൺ സ്ലൈം യൂസ് ചെയ്തതിന് ശേഷം സാൻഡിന്റെ പോർഷൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സാൻഡും വാട്ടറും റെഡിയായ സ്ഥിതിക്ക് ഒരു സർഫ് ബോർഡാണ് അടുത്തതായിട്ട് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ 2 ടേർട്ടിലും സമ്മറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു ഐസ്ക്രീമും പൈനാപ്പിളും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. സൺലൈറ്റ് കാരണം തിളങ്ങുന്ന വെള്ളം റെപ്രസെന്റ് ചെയ്യാൻ കുറച്ച് ഗ്ലിറ്ററും അതുപോലെ തന്നെ വേവ്സിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഷേവിംഗ് ക്രീമുമാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതും പോരാന്ന് തോന്നിയപ്പോൾ 2 ഫിഷിന്റെ സ്റ്റിക്കറും അതുപോലെ തന്നെ ഒരു സാൻഡ് ബക്കറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞ ഇതിന്റെ ഔട്ട്കം ഒരു രക്ഷയുമില്ല. തുടക്കം മുതൽ അവസാനം വരെ ഇത് മൊത്തത്തിൽ ചെയ്തെടുത്തത് അവരാണ്. ഇവര് റൂമും അടച്ച് എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ ഞാൻ പോയതുമില്ല. ഈ എൻഡ് പ്രോഡക്റ്റ് കണ്ടിട്ട് ഐ എം ടോട്ടലി ഹാപ്പി. നമ്മുടെ ഈ 2 കുട്ടി ക്രിയേറ്റേഴ്സിന്റെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് കമന്റിലൂടെ അറിയിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും വേണ്ട.